ഫ്രൈഡേ ഫ്ലെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഫിഷ് ബിരിയാണിയാണ്. ഒരു റീൽ കണ്ട് ഉണ്ടാക്കി നോക്കിയതാണ്, പക്ഷേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിനായിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിൽ നിന്നും കുറച്ച് പേസ്റ്റ് എടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ പീസിലോട്ട് അരമുറി നാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഒരു 10-15 മിനിറ്റ് അത് മാറ്റി വെച്ചേക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾക്ക് ഈ ഫിഷ് പീസുകൾ കുറേശ്ശെയായിട്ട് വറുത്തെടുക്കാം. വെളിച്ചെണ്ണയാണ് വറുക്കാൻ എടുത്തിരിക്കുന്നത്. ഒത്തിരി അങ്ങ് വറുക്കണ്ട, ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇനി അത് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം ആ എണ്ണയിൽ തന്നെ ഒരു 2 ചെറിയ കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, 4-5 ഗ്രാമ്പൂ, പിന്നെ ഒരു 4-5 ഏലക്ക എന്നിവ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് തന്നെ നമ്മൾ 2 സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. വഴണ്ട് വരുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് പോകണം. ഇനി അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അത് വഴണ്ട് വരുമ്പോഴേക്ക് സാധാരണ ബിരിയാണിക്ക് ചേർക്കാത്തൊരു ഇൻഗ്രീഡിയൻറ്റ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. കുറച്ച് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കണം. ഫിഷിൽ നന്നായിട്ട് മസാല അതിൽ പിടിക്കത്തക്ക രീതിയിൽ അത് ഗ്രേവി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരു 4-5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് അതിൻ്റെ മീതെ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് വേവിക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. റൈസ് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരുന്നതാണ്. നോർമലി ബിരിയാണിക്ക് റൈസ് എങ്ങനെ വേവിക്കുന്നു അതുപോലെ തന്നെയാണ് വേവിച്ചെടുക്കേണ്ടുന്നത്. ഒരു 1/4 പാകത്തിനാണ് വേവ് വേണ്ടുന്നത് അരിക്ക്. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ബിരിയാണിക്ക് ഇടുന്ന പോലെ കുറച്ച് ഉള്ളി വറുത്തതും പിന്നെ കാഷ്യൂനട്ടും റൈസിൻസും എല്ലാം കൂടെ പുതിനയില, മല്ലിയില അതൊക്കെ ചോപ്പ് ചെയ്തതൊക്കെ കൂടെ അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഗീയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോഴേക്കും ബിരിയാണി റെഡി ആയിരിക്കും.